പശ്ചിമബംഗാളിൽ മമതാ ബാനർജിക്ക് വൻ തിരിച്ചടി. TMC പുറത്താക്കിയ ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ അംഗീകരിച്ചു. 58 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന ഋതുപ്രത ബാനർജിയുടെ അവകാശവാദം സ്പീക്കർ അംഗീകരിക്കുകയായിരുന്നു. മമതാ ബാനർജി പാർട്ടിയുടെ ഉപദേഷ്ടാവായി തുടരണമെന്ന് വിമതർ ആവശ്യപ്പെട്ടു. പിന്നാലെ മമതാ ബാനർജി അടിയന്തര യോഗം വിളിച്ചു. ബംഗാളിൽ 2 പതിറ്റാണ്ടിലേറെ ശക്തമായി നിലകൊണ്ട തൃണമൂൽ കോൺഗ്രസ് ഇന്ന് പിളർപ്പിലാണ്. പാർട്ടി പുറത്താക്കിയ MLA ഋതുപ്രത ബാനർജിയെ തൃണമൂലിന്റെ നിയമസഭാ കക്ഷി നേതാവായി സ്പീക്കർ അംഗീകരിച്ചു. 58 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ട് സ്പീക്കർ രതീന്ദ്ര ബോസിന് കത്ത് നൽകിയതിന് പിന്നാലെയാണ് ഋതുപ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചത്. ജാവേദ് ഖാൻ, സന്ദീപൻ സാഹ, സബീന യാസ്മിൻ, ഷിയൂലി സാഹ എന്നിവർ പ്രതിപക്ഷ ഉപനേതാക്കളാകും. 3-2 MLA-മാരുടെ പിന്തുണ നേടിയതോടെ TMC ഔദ്യോഗിക വിഭാഗം തങ്ങളാണെന്ന വാദവും സ്പീക്കർ അംഗീകരിച്ചു. TMCയെ പിളർത്തിയെങ്കിലും പാർട്ടിയുടെ ഉപദേഷ്ടാവായി മമതാ ബാനർജി തുടരണമെന്ന് ഋതുപ്രത ബാനർജി പറഞ്ഞു. ममता बनर्जी का सवाल है, हम लोग मानते हैं कि ममता बनर्जी इज अ वेरी टॉल लीडर और हमारा लेजिस्लेटिव पार्टी का उनसे आवेदन रहेगा कि हमारा चीफ एडवाइजर के तहत हम लोगों का मार्गदर्शन करते रहें. പിളർപ്പിന് പിന്നാലെ കാളിഘട്ടിലെ വസതിയിൽ മമതാ ബാനർജി അടിയന്തര യോഗം വിളിച്ചു. അഭിഷേക് ബാനർജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. 24 ഡൽഹി. കർണാടകയിൽ ഇനി DK യുഗം. 25ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് DK ശിവകുമാർ. ഉപമുഖ്യമന്ത്രി G പരമേശ്വർ ഉൾപ്പെടെ 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ചടങ്ങിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, കേരള മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങിയ കോൺഗ്രസിന്റെ നിരവധി നേതാക്കൾ പങ്കെടുത്തു. DK ശിവകുമാർ മുഖ്യമന്ത്രിയായതോടെ BK ഹരിപ്രസാദിനെ PCC അധ്യക്ഷരായി തെരഞ്ഞെടുത്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.